1981 മെയ് 13 ഒരിക്കലും മറക്കാനാവില്ല ഈ ദിവസം. അന്ന് വത്തിക്കാൻ സത്വരത്തിൽ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ദൈവജനത്തെ കാണുവാനായി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്റെ മൊബൈൽ വാഹനത്തിൽ ഇറങ്ങിയ സമയം അലി അഖ എന്ന തുർക്കിക്കാരൻ മാർപ്പാപ്പയ്ക്ക് നേരെ വെടിവെച്ചു. പെട്ടെന്ന് മാതാവിന്റെ കരങ്ങളിലേക്കാണ് വെടിയേറ്റ് മാർപ്പാപ്പ വീണത്. ആ കാഴ്ചയാണ് അവിടെ കൂടിയ ജനം കണ്ടതെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. മാർപ്പാപ്പയും കൊണ്ട് തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് പോയി. സത്വരത്തിൽ കൂടിയ ആയിരക്കണക്കിന് വിശ്വാസികൾ നിശ്ചലരായി. അവർക്കൊന്നും പറയാൻ കഴിയുന്നില്ല. പെട്ടെന്ന് അക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ജപമാല കയ്യിലെടുത്തുകൊണ്ട് വിളിച്ചു പറഞ്ഞു, നമുക്കെല്ലാവർക്കും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. ഇതാണ് ഏറ്റവും വലിയ ആയുധം. മാർപ്പാപ്പ രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് ഈ ആയുധം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ ആ സ്ത്രീയുടെ ആഹ്വാനം കേട്ട് അവിടെ കൂടിയിരുന്ന ദൈവജനം മുഴുവൻ ആർത്തൊലിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്ഭുതമാണ് സംഭവിച്ചത്. മാർപ്പാപ്പ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് മെയ് 13 തീയതിയാണ്. ഫാത്തിമയിൽ ആദ്യമായി മാതാവ് പ്രത്യക്ഷപ്പെട്ടത് 1917 മെയ് 13 ഈ മെയ് 13 തീയതിയും പരിശുദ്ധമ്മയുടെ വലിയ അനുഗ്രഹവും അത്ഭുതവും ലോകം കണ്ട ദിവസമാണ്. അതുകൊണ്ടാണ് തന്റെ ശരീരത്തിലേറ്റ വെടിയുണ്ട ഫാത്തിമയിൽ മാതാവിന്റെ തിരുസ്വരൂപത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എടുത്തുവച്ചത്. ജപമാല വലിയൊരു ആയുധമാണ്. ഈ ആയുധം ഉപയോഗിച്ച് യുദ്ധം ചെയ്യേണ്ടവരാണ് ക്രൈസ്തവരായി നമ്മൾ ഓരോരുത്തരും. തീർച്ചയാണ് ഈ ആയുധം ഉപയോഗിച്ച് യുദ്ധം ചെയ്താൽ സമാധാനവും സന്തോഷവും സ്നേഹവും ലഭിക്കും. ഓരോ ക്രൈസ്തവന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധമായി ജപമാല കയ്യിലെടുക്കണം. ഈ ജപമാല ഒരു ശക്തിയാണ്. ഈ ജപമാല ഒരു കൃപയാണ്. ഈ ജപമാല ഒരു അനുഗ്രഹമാണ്. ഒരു നല്ല ആയുധമാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളെ ഒരുമിപ്പിക്കാനും സ്നേഹത്തിൽ കൊണ്ടുപോകാനും നന്മയിൽ കൊണ്ടുപോകാനും വലിയ തലമുറയെ രൂപപ്പെടുത്തുവാനും ഈ ജപമാല നമുക്ക് അനുഗ്രഹമാകട്ടെ. എല്ലാവർക്കും പരിശുദ്ധമ്മയുടെ അനുഗ്രഹങ്ങൾ നേരുന്നു.